ഇപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ കൂടുതലായി കാണുന്നതാണ് മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെപ്പറ്റൈറ്റിസ് എ കുറിച്ചാണ്. എൻ്റെ പേര് ഡോക്ടർ ഖലീഫ് മുസ്ലിയാർ, പരബ്രഹ്മ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനാണ്. അപ്പോൾ എന്താണ് ഹെപ്പറ്റൈറ്റിസ് എ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം? അതൊരു വൈറൽ ഇൻഫെക്ഷനാണ് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത്. യൂഷ്വലി അതെങ്ങനെ സ്പ്രെഡ് ആവുമെന്ന് ചോദിച്ചാൽ അതൊരു ഫീക്കോ ഓറൽ റൂട്ട് വഴിയാണ് സ്പ്രെഡ് ആവുന്നത്. ഫീക്കോ ഓറൽ റൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു രോഗബാധ ഉള്ളൊരു പേഷ്യൻ്റ് അല്ലെങ്കിൽ ഒരു ഹെപ്പറ്റൈറ്റിസ് എ ഉള്ളൊരു പേഷ്യൻറ്റിൻ്റെ മലത്തിൽ കൂടെ ഈ വൈറസ് വരെയും അത് മലിനീകരിക്കപ്പെട്ട വെള്ളത്തിൽ കൂടെയോ അല്ലെങ്കിൽ ആഹാരത്തിൽ കൂടെ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യാത്ത, പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാത്ത വെള്ളത്തിൽ കൂടെ അല്ലെങ്കിൽ ആഹാരത്തിൽ കൂടെയാണ് നമുക്കത് ഉള്ളിലേക്ക് നമുക്കത് ഇൻഫെക്ഷൻ കിട്ടുകയാണ്. അപ്പം നമ്മുടെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, അതായത് ഈ വൈറസ് ഉള്ളിൽ ചെന്നാൽ തന്നെ നമുക്ക് അപ്പം തന്നെ ആ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ രോഗലക്ഷണങ്ങൾ കാണിച്ച് തുടങ്ങും എന്നുള്ളത്. അങ്ങനെയല്ല, മിനിമം ഒരു 15 ദിവസം മുതൽ ഒരു മാസം വരെ എടുക്കാം. അതിന് പറയുന്ന പേരാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അതായത് ഈ രോഗലക്ഷണങ്ങൾ കാണിക്കാൻ ഫസ്റ്റ് തന്നെ അത് കാണിക്കത്തില്ല, വൈറസ് ഉള്ളിൽ ചെന്നാൽ ഉടനെ തന്നെ അത് കാണിക്കത്തില്ല. അതിനൊരു 15 to 30 ഡേയ്സ് ഒരു ഇൻക്യുബേഷൻ പീരീഡ് മിനിമം ഉണ്ടാവും. അതിനുശേഷമാണ് നമുക്ക് രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിക്കുന്നത്. അപ്പോൾ രോഗലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് വരുന്ന എക്സ്ട്രീം ടയേർഡ്നെസ് അല്ലെങ്കിൽ നല്ല ക്ഷീണം അനുഭവപ്പെടാം. പിന്നെ നമുക്ക് ചെറിയൊരു ഓക്കാനം പോലെ തോന്നാം, ചെറിയ വയറുവേദന വരാം, അങ്ങനെ ചെറിയ പനി, അങ്ങനെയുള്ള രീതിയിലൊക്കെ ചെറിയ ചെറിയ സിംറ്റംസ് ഫസ്റ്റ് തുടങ്ങാം. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് വരാം? മഞ്ഞപ്പിത്തം, അതായത് കണ്ണിലെ ചെറിയ മഞ്ഞ കാണാം, ശരീരത്തിൽ മഞ്ഞ കാണാം, നമ്മളുടെ മൂത്രത്തിലൊക്കെ മഞ്ഞ കാണാം. ഇതൊക്കെയാണ് അതിൻ്റെ രോഗലക്ഷണങ്ങൾ അല്ലെങ്കിൽ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ എന്തൊക്കെ നമുക്ക് ചെയ്താൽ അല്ലെങ്കിൽ രക്തം പരിശോധിച്ചാൽ നമുക്കിത് അറിയാൻ പറ്റും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്കറിയാൻ പറ്റും. 1, 2, 3 ടെസ്റ്റുകളുണ്ട് അതിനുവേണ്ടി. പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ട ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ LFT എന്ന് പറയും. അതിൻ്റെ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് ബിൽറുബിൻ അല്ലെങ്കിൽ മഞ്ഞയുടെ അളവുകൾ എത്ര ഉണ്ടെന്നാണ് നോക്കുന്നത്. നോർമലി ഒരു 2, അതിന് താഴെ ആയിരിക്കണം നോർമൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുകളിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ അത് യൂഷ്വലി സൂചിപ്പിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് എ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ അങ്ങനത്തെ സിംറ്റം ഡിസീസിനെയൊക്കെയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് നോക്കാൻ പറ്റുന്ന SGOT, SGPT എന്ന് പറയുന്ന ടെസ്റ്റുകളുണ്ട്. അത് ലിവർ എൻസൈംസ് ആണ്. അപ്പോൾ യൂഷ്വലി നമുക്ക് വേണ്ട 40-ന് താഴെ ആയിരിക്കണം ഇത് വരേണ്ട. അപ്പോൾ ഈ മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ റേഞ്ച് 1000, 2000 അങ്ങനെയൊക്കെ പോകാം. 5000, 6000 വരെ പോയ കേസുകൾ നമുക്കിവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ക്രിട്ടിക്കലാണ്. പിന്നെ നമുക്ക് വയറിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നമുക്ക് USG ചെയ്ത് നമുക്ക് നോക്കാവുന്നതാണ്. പിന്നെ അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടെസ്റ്റാണ് PT INR എന്ന് പറയുന്ന ടെസ്റ്റ്. അത് 1.5-ന് മുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ അസുഖത്തിൻ്റെ സിവിയറിറ്റിയാണത് കാണിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കണ്ടീഷൻ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കുക വേണം. പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് പ്രത്യേകമായി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു വൈറൽ ഫീവറാണ്, വൈറൽ ഇൻഫെക്ഷൻ. അപ്പോൾ അതിന് ആൻറ്റിബയോട്ടിക്സ് കൊടുത്തിട്ട് അങ്ങനെ വലിയ കാര്യങ്ങളോ ബെനിഫിറ്റോ ഇല്ല. പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഫ്ലൂയിഡ്സ് കൊടുക്കുക, നല്ലപോലെ ഫ്ലൂയിഡ്സ്, IV ഫ്ലൂയിഡ്സ് കൊടുക്കുക. പിന്നെ അതേപോലെ ലിവറിന് സപ്പോർട്ടീവ്സ് ആയിട്ടുള്ള വിറ്റമിൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരാം, ഇങ്ങനെ ഹെപ്പറ്റൈറ്റിസ് എ അല്ലെങ്കിൽ ഈ ഒരു മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ അഡ്മിറ്റ് ആവേണ്ട ആവശ്യമുണ്ടോ? ചില കേസുകളിൽ ഇത് ഈ SGOT, SGPT, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റൊക്കെ നമ്മൾ നോക്കിയതിന് ശേഷം ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ യൂഷ്വലി അഡ്മിഷൻ വേണ്ട, ജാഗ്രത മാത്രം മതി, സൂക്ഷിക്കുക. അഥവാ ഇതൊക്കെ കൂടുതലാണ്, നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിറ്റ് ആവുകയും ബാക്കിയുള്ള സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റും IV ഫ്ലൂയിഡ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതാണ്. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹെപ്പറ്റൈറ്റിസ് എ വന്ന ആൾക്കാരെ നമ്മളൊന്ന് ഐസൊലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അവർ യൂസ് ചെയ്ത വാഷ്റൂമൊക്കെ ആണെങ്കിൽ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ എപ്പോഴും നമ്മുടെ അടുത്ത് പേഷ്യൻസ് ചോദിക്കുന്ന പ്രധാനമായിട്ടുള്ള ഡൗട്ട് എന്ന് പറഞ്ഞാൽ, ഡോക്ടറെ നമുക്ക് ഇതേപോലെ ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ഫുഡ് കഴിക്കാം അല്ലെങ്കിൽ എന്തൊക്കെ കഴിച്ചുകൂടാ എന്നുള്ള സംശയമാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നല്ലപോലെ വെള്ളം കുടിക്കുക, അതേപോലെ തന്നെ ഫ്രൂട്ട്സ് നമുക്ക് ധാരാളമായിട്ട് കഴിക്കാം. കഴിക്കേണ്ടതല്ലേ അവോയ്ഡ് ചെയ്യേണ്ട ഫുഡെന്ന് പറഞ്ഞാൽ നമ്മൾ എസ്പെസിഫിക്കലി നോൺ വെജ് അവോയ്ഡ് ചെയ്യുക, ഇറച്ചി അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് അങ്ങനെയുള്ള ഫുഡുകളും ബാക്കിയുള്ള കാര്യങ്ങൾ, എണ്ണയിൽ പൊരിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കുറേ പേര് നമ്മുടെ OPD വരുമ്പം സംശയിക്കുന്നതാണ്, ഇങ്ങനെ ഈ ഹെപ്പറ്റൈറ്റിസ് എ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക അല്ലെങ്കിൽ മുലയൂട്ടാമോ എന്ന് ചോദിക്കുന്ന സംശയമുണ്ട്. അപ്പോൾ യൂഷ്വലി ബ്രസ്റ്റ് ഫീഡ് ചെയ്യാം, അതിനകത്ത് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, പ്രൊവൈഡഡ് എന്ത് ശ്രദ്ധിക്കണം, നമ്മൾ പ്രോപ്പറായിട്ട് കൈ വാഷ് ചെയ്യും, ബാക്കിയുള്ള ഏരിയാസ് എല്ലാം പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം മാത്രം ബ്രസ്റ്റ് ഫീഡ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഹെപ്പറ്റൈറ്റിസ് എ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തത്തിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഒരുവിധം ഇത് ക്ലിയർ ആയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും അപ്ഡേറ്റ്സിനുമായി ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നന്ദി, നമസ്കാരം.